ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാമോ? ഇന്നാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് ഇറങ്ങിയേക്കുന്നതെന്ന്. കാരണമുണ്ട് കേട്ടോ. ചെറിയൊരു കണ്ണിനൊരു പൊളപ്പാണോ തലവേദനയാണോ എന്നറിയില്ല. ഇന്നലെ വൈകിട്ട് തൊട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? ലിജിനി ബൈജു കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അല്ലാതെ കണ്ണാടി ഊരാനേ പാടില്ല. അതുപോലുള്ള സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. പവറുണ്ട് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് അനുസരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ടൂ വീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ താടിയും കൂടെ കവറുള്ള ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഉണ്ടല്ലോ, ഈ ഒരു ഹെൽമെറ്റ് വെക്കാൻ നേരവും തലേന്ന് എടുക്കാൻ നേരവും ഈ കണ്ണാടി ഉൾപ്പെടെ നമ്മൾ ഇതിങ്ങ് പൊങ്ങി വരും കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ഒരു മടിയും കൊണ്ട് ശരിക്കും പറഞ്ഞത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാതെ. കൂടുതലും എല്ലായിടവും മിക്കവാറും യാത്ര ചെയ്യുന്നത് ഈ ടൂ വീലറിലാണല്ലോ. എവിടെ ചെന്നാലും ഈ ഒരു കണ്ണാടി ഊരിയിട്ട് വേണം ഹെൽമെറ്റ് ഊരാൻ. ഈ താടിയും കൂടെ കവർ ചെയ്യുന്നതായോണ്ടേ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിങ്ങ് പോരും. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കണ്ണാടി യൂസ് ചെയ്യാൻ അങ്ങ് മടിക്കുന്നത്. പിന്നെ അത്രയ്ക്ക് എന്തെങ്കിലും കണ്ണിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നുമ്പോഴോ തലവേദന തോന്നുമ്പോഴോ ഒക്കെയാണ് പിന്നെ എടുത്ത് നമ്മൾ വെക്കുന്നത്. അന്നേരം നമ്മളുണ്ടല്ലോ വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ബസ് പോകുന്ന സൗണ്ട് ഭയങ്കരമാണ് കേട്ടോ. കാരണം വീടിൻ്റെ ഗേറ്റ് തുറന്നിറങ്ങുന്നതേ MC റോഡിലോട്ടോ. ഭയങ്കര സൗണ്ടാണ്. നമ്മൾ വെളിയിൽ നിന്നും വന്നൊരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു നട്ടുച്ച സമയത്തോ ഒരു രാത്രിയിലൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ വെട്ടമില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്ന് വിചാരിച്ചു എന്തായാലും പിള്ളേരും ഒക്കെ വീട്ടിലുണ്ട് എന്നാൽ വിചാരിച്ചു ഉച്ചയായപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നൊരു വീഡിയോ അങ്ങ് പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചക്കയിലോട്ടാണ് എല്ലാവരും നോക്കുന്നതല്ലേ. അപ്പം ഒന്നും ആയിട്ടില്ല, സംഭവങ്ങൾ ഒന്നും ആയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം വിളഞ്ഞുണ്ടായിരുന്നു. അന്ന് ഞങ്ങളതിട്ട് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ഇനിയും കുറേ നാളെടുക്കും ഇതൊക്കെ ഒന്ന് റെഡിയായിട്ട് വരാൻ. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു കണ്ണാടി വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഇതൊക്കെ അധികാരികളുടെ ചെവിയിലോ ശ്രദ്ധയിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ണാടി വെക്കുന്നവർക്കൊരു പരിഗണന കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ പവറൊന്നുമില്ല. എന്നാലും എന്നോട് കണ്ണാടി അങ്ങനെ മാറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. മീൻസ് ഇടയ്ക്ക് ഈ കണ്ണാടി നമ്മൾ യൂസ് ചെയ്തിട്ട് ഒത്തിരി നേരം നമ്മൾ എഴുതുമ്പോഴോ മീൻസ് എന്തെങ്കിലുമൊക്കെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ കൂടെയൊക്കെ ഇരിക്കും. നോട്ട്സോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യനൊക്കെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നൊരു ക്യാരക്ടറുണ്ട് മോക്ക്. അപ്പം അങ്ങനെയൊക്കെ എഴുതുമ്പോഴോ ഒക്കെ നമ്മളാണെങ്കിൽ എനിക്ക് കുറേ നേരം ആകുമ്പം കണ്ണ് പൊളക്കും. അപ്പോഴേ നമുക്കറിയാം കണ്ണാടി വെക്കണം. പക്ഷേ അത് എടുത്ത് സ്കൂട്ടറിനകത്തുനിന്ന് എടുക്കാൻ പോകാനുള്ള മടി കൊണ്ട് അങ്ങനെ അങ്ങ് എഴുതും കേട്ടോ. പിന്നെ തീരെ ബുദ്ധിമുട്ടാകുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ കണ്ണാടി എടുത്ത് വെക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പലരും ഉണ്ട്, ഞാൻ സ്ഥിരമായിട്ട് ആൾക്കാരെ കാണുന്നുണ്ട് കണ്ണാടി വെക്കുന്നവരൊക്കെ. എപ്പോഴും അവരുടെ മുഖത്ത് തന്നെ കണ്ണാടി വെക്കും. എനിക്ക് ഈ ഒരു ഹെൽമെറ്റ് വെച്ച് എൻ്റെ 2 കണ്ണാടി മിസ്സായിരുന്നു പണ്ട്. അതിന് ശേഷം ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ ഈ കണ്ണാടി കൊണ്ട് കളയുന്നതിനോട് വിഷമമാണ്. പിന്നെ നമ്മൾ പോയി പവർ ചെക്ക് ചെയ്യണം, ഗ്ലാസ് മേടിക്കണം, ഫ്രെയിം മേടിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങ് ഒഴിവാക്കും. പക്ഷേ ഇതുകൊണ്ട് പവറൊക്കെ കൂടുമായിരിക്കും അല്ലേ. പക്ഷേ ദൈവകൃപയിൽ ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ. വലുതായിട്ടൊന്നും കൂടിയിട്ടൊന്നുമില്ല. അന്ന് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് എനിക്കൊന്ന് 2010 സമയത്തൊക്കെയാണ് കണ്ണാടി വെക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഒരു പവറും കൂടെ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇനിയെങ്കിലും സ്ഥിരമായിട്ടൊക്കെ വെക്കണമെന്നാണ് വിചാരിക്കുന്നത് ഓർക്കുവാണെങ്കിൽ. പക്ഷേ ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രശ്നം കേട്ടോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഒരു ഹെൽമെറ്റും ഇതും കൂടെ ഉള്ള അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫേസ് കവർ ഇല്ലാത്ത ടൈപ്പിൽ മീൻസ് ഫേസിന് താടിക്കോട്ട് കവറിങ് ഇല്ലാത്ത ഹെൽമെറ്റ് യൂസ് ചെയ്യണം. അല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല. സ്ഥിരമായിട്ട് കണ്ണാടി വെക്കുന്നവർ സ്ഥിരമായിട്ട് തന്നെ കണ്ണാടി വെച്ചൊക്കെ പോകുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ കാണുന്നതാണ്. എല്ലാവരെയും മീൻസ് അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ കേസ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, വേറൊന്നുമല്ല. പിന്നെ അത്യാവശ്യം നമ്മൾ കണ്ണാടി വെക്കുമ്പോൾ എനിക്ക് വലിയ ഫ്രെയിമിനോടാണ് ഇഷ്ടം. മീൻസ് അത്രയും കണ്ണിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ എന്നുള്ളൊരിത് വെച്ചിട്ട് വലിയ ഫ്രെയിമായി ഇഷ്ടം. കുറേ പേരോട് പറഞ്ഞു, ചേച്ചിയുടെ മുഖത്തിനെക്കാട്ട് വലിയ ഫ്രെയിമാണല്ലോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് എനിക്ക് കണ്ണാടി വെക്കുമ്പോൾ ഇഷ്ടം. പണ്ടൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറിലെ ചെറിയ സ്ക്വയർ ടൈപ്പായിരുന്നു പണ്ട് ഇഷ്ടം. ഫ്രെയിംലെസ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടുമല്ലോ, ഗോൾഡൻ കളറിലെ ഇതൊക്കെയുള്ള ഒരു പണ്ടതായിരുന്നു ഇഷ്ടം. പിന്നെ ഒരു കുറേ നാളൊക്കെ മുമ്പായിട്ട് ഇപ്പം വലിയ ഫ്രെയിമിനോടാണ് മനസ്സിലിഷ്ടം. ശരിക്കും പറഞ്ഞാൽ അതെനിക്കെന്തോ ഒരു കംഫർട്ട് ഇച്ചിരി കൂടെ തോന്നുന്നത് ഈ വലിയ ഫ്രെയിമാണ് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി എല്ലാവരുടെയും ഇഷ്ടമോ കാര്യങ്ങളോ അഭിപ്രായമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നിങ്ങളോട് ഹെൽമെറ്റും കണ്ണാടിയോടുള്ള പ്രശ്നം പറഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ തലയും നമുക്ക് ആയുസ്സും ഒക്കെ വേണമെങ്കിൽ ഹെൽമെറ്റും വെക്കണം, കണ്ണാടിയും വെക്കണം കേട്ടോ. അത് നിങ്ങൾക്കൊരു അഡ്വൈസായിട്ട് തന്നെ ഞാൻ പറയുവാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരു എളുപ്പപ്പണിക്കാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ നമുക്ക് ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി നമുക്കറിയാമല്ലോ ശരിക്കും പറഞ്ഞാൽ. കണ്ണാടി സ്ഥിരമായിട്ട് വെച്ചില്ലെങ്കിൽ കണ്ണിൻ്റെ പവർ കൂടും, കണ്ണിന് പ്രശ്നമാവും. അതും നമ്മൾ ചിന്തിച്ചിരിക്കണം. ആരും മടി പിടിച്ചിങ്ങനെ ഇരുന്നേക്കല്ലേ കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം ശരിയെങ്കിൽ പിന്നെ കാണാമേ.